Good morning, dear students. We are going to the next class of financial markets and institutions. And in today's class, we can discuss about the intermediaries in the primary market. Who are the various participants in the primary market? In the previous class, we have discussed about primary market. We have studied that it's a market for a new issue or fresh issue. And in today's class, we can discuss about the various intermediaries of a primary market. Intermediaries എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി മാർക്കറ്റിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം, സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്ന കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരിട്ട് ഒറ്റയ്ക്ക് പലപ്പോഴും ആ ഇഷ്യൂ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ല. അവരെ സഹായിക്കാനായിട്ട്, അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പേർട്സുകൾ, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരാരൊക്കെയാണ്, എന്തൊക്കെയാണ്? സെല്ലേഴ്സിനെയും, അതായത് കമ്പനികളെയും ഇൻവെസ്റ്റേഴ്സിനെയും തമ്മിൽ മീറ്റ് ചെയ്യിക്കുന്ന കണക്റ്റിംഗ് ലിങ്കുകൾ ആരൊക്കെയാണ്? ഇതൊക്കെയാണ് നമ്മൾ ഈ ഇൻ്റർമീഡിയറീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ ഇൻ്റർമീഡിയറീസ് ആരൊക്കെയാണ് എന്നാണ് നമ്മളിവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പരിശോധിക്കുന്നത്. ഇനി മെയിനായിട്ട് 5 കാറ്റഗറീസാണ് നമ്മളിവിടെ നോക്കണേ. 5 ഇൻ്റർമീഡിയറീസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിൽ ആദ്യത്തെ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നത് മാനേജേഴ്സ് ടു ദ ഇഷ്യൂ ആണ്. മാനേജേഴ്സ് ടു ദ ഇഷ്യൂവിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്നുള്ള നിലയ്ക്ക് മെർച്ചൻ്റ് ബാങ്കേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ മാനേജേഴ്സ് ടു ദ ഇഷ്യൂ ആണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മെർച്ചൻ്റ് ബാങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് രജിസ്ട്രാർസ് ടു ദ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ്. രജിസ്ട്രാർസ് ടു ദ ഇഷ്യൂ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് അണ്ടർ റൈറ്റേഴ്സ് ആണ്. നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ ആണ്. അഞ്ചാമത്തെ കാറ്റഗറി ബ്രോക്കേഴ്സ് ടു ദ ഇഷ്യൂ ആണ്. ഓക്കെ, ഈ 5 പേരുകൾ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ഈ ടേംസ് ഒക്കെ നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലേ? എങ്കിലും അതിനെക്കുറിച്ചൊന്നും കൂടെ വിശദമായിട്ട്, ആരാണ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ, ആരാണ് മാനേജേഴ്സ് ടു ദി ഇഷ്യൂ, ഇതെന്താണ് ചെയ്യുന്നത്, ഇവരുടെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു. ആരാണ്? മാനേജേഴ്സ് ടു ദി ഇഷ്യൂ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദേ മാനേജ് ദി ഇഷ്യൂ. മാനേജേഴ്സ് ടു ദി ഇഷ്യൂവിൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു ഇഷ്യൂവിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഇഷ്യൂവിനെ മാനേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അതിൻ്റെ സെയിൽസ്, ഇഷ്യൂസ്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളതാണ് ഈ മാനേജേഴ്സ് ടു ദ ഇഷ്യൂവിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് they manage to issue equity shares, preference shares and also other types of debt capital to the investors. ഇൻവെസ്റ്റേഴ്സിന് അത് ഇഷ്യൂ ചെയ്യാനായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് മാനേജേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ദേ ആർ വർക്കിംഗ് ഫോർ ദ ഇഷ്യൂയിങ് കമ്പനീസ്. ഇഷ്യൂയിങ് കമ്പനീസ് ആരാണോ, ഇഷ്യൂയിങ് കമ്പനീസിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. ആൻഡ് ദേ യൂഷ്വലി അറേഞ്ച് ദ എഗ്രിമെൻറ്റ്സ് കമ്പനിയും ബാക്കി ഇൻവെസ്റ്റേഴ്സായിട്ടുള്ള എഗ്രിമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു എഗ്രിമെൻറ്റിലേക്ക് വഴിവെക്കുന്ന ആൾക്കാരാണ്, അതിന് എഗ്രിമെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത്. സാധാരണ 2 രീതിയിൽ അവർ പ്രവർത്തിക്കാറുണ്ട്. അതായത് ഒന്ന് ലീഡ് മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മാനേജേഴ്സ്. ലീഡ് മാനേജേഴ്സ് എന്ന് പറയുമ്പോൾ ഇഷ്യൂവിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള, ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എടുത്തുകൊണ്ട് കമ്പനിയെ സഹായിക്കുന്ന അത്രയും പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളെ വിളിക്കുന്ന പേരാണ് ലീഡ് മാനേജേഴ്സ്. അതോടൊപ്പം തന്നെ കോ മാനേജേഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്കറിയാം ഇത് വ്യക്തികളല്ല. ഒരിക്കലും മാനേജർ എന്ന് പറയുമ്പോൾ വ്യക്തികളാണ് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കരുത്. ദേ ആർ പ്രൊഫഷണൽ എക്സ്പേർട്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ദീസ് മാനേജേഴ്സ് ടു ദി ഇഷ്യൂ. ആൻഡ് these co-managers usually they help the lead managers സഹായിക്കുന്ന ഇഷ്യൂവിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്ന മാനേജേഴ്സിനെ വിളിക്കുന്ന പേരാണ് കോ മാനേജേഴ്സ്.
ഓക്കെ, സോ ഏത് തരത്തിൽപ്പെട്ടവരായാലും, അത് ലീഡ് മാനേജേഴ്സ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്ന മാനേജേഴ്സ് ആണെങ്കിലും, അതല്ല അവർ ലീഡ് മാനേജേഴ്സിനെ സഹായിക്കുന്നവരാണെങ്കിലും, എങ്ങനെയാണെങ്കിലും ദേ ആർ റെസ്പോൺസിബിൾ ടു ദ കമ്പനി. റെസ്പോൺസിബിൾ ആണ്, കമ്പനിയോട് റെസ്പോൺസിബിൾ ആണ്. ആൻഡ് ദേ ആർ ഒബ്ലൈജ്ഡ് ടു ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് സെബിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കേണ്ടതും അത്യാവശ്യമാണ്. സോ ഇതൊക്കെയാണ് അപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇഷ്യൂ വേണം, അല്ലെങ്കിൽ ആ ഒരു ക്യാപിറ്റൽ നീഡ് ഒരു കമ്പനിക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ദേ ഷുഡ് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ കമ്പനി ടു അപ്പോയിൻറ്റ് ദ മാനേജേഴ്സ് ടു ദ ഇഷ്യൂ. And these managers to the issue, they will coordinate all activities relating to the issue, and they will enter into agreements with the investors, and they are the connecting link between the company and the investors, and they will arrange all the activities for the effective and smooth purchase and sales of securities issued by the issuer institutions, issuer companies. Okay, so they are called as managers to the issue. And in ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷൻ ഏറ്റവും പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളെ നമ്മൾ വിളിക്കുന്ന, ബാങ്കിങ് സ്ഥാപനങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? merchant bankers. And merchant bankers are professional experts in this area. അതായത് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന, പ്രൊഫഷണലായിട്ട് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള, പ്രൊഫഷണലായിട്ട് എങ്ങനെ ചെയ്യണമെന്ന് അറിയാവുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെർച്ചൻ്റ് ബാങ്കേഴ്സ്. ആൻഡ് ഇവിടെ മെർച്ചൻ്റ് ബാങ്കേഴ്സിനെ കുറിച്ച് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നുണ്ട്. മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഷെയർസും സെക്യൂരിറ്റീസും ഒക്കെ വിൽക്കുക അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുക എന്നുള്ള പ്രവൃത്തിയിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള, വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദർ ഇസ് എ ഡെഫിനിഷൻ ഫോർ മെർച്ചൻ്റ് ബാങ്കേഴ്സ്. മെർച്ചൻ്റ് ബാങ്കർ ഈസ് എനി പേഴ്സൺ ഹു ഈസ് എൻഗേജ്ഡ് in the business of issue management, either by making arrangement regarding selling, buying or subscribing to the security as manager, consultant, advisor, or rendering corporate advisory service in relation to issue of such management. അതായത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തികൾ, അതിൻ്റെ മാനേജ്മെൻറ്റ്, അതോടൊപ്പം തന്നെ അതിൻ്റെ സെയിൽസ്, ബൈയിങ്, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്ന വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ഒക്കെ വിളിക്കുന്ന പേരാണ് എന്ത്? മെർച്ചൻ്റ് ബാങ്കേഴ്സ്. ആൻഡ് they are usually the consultant, advisor, or rendering advisory service in relating to issue. Advisory service, കമ്പനികൾക്ക് വേണ്ടത്ര ഉപദേശങ്ങൾ, നിയമോപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് മെർച്ചൻ്റ് ബാങ്കിങ് ആക്ടിവിറ്റി ഹെൽപ്സ് ടു ചാനലൈസ് ദ ഫിനാൻഷ്യൽ സർപ്ലസ് ഓഫ് ദി ജനറൽ പബ്ലിക് ഇൻ ടു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസ്. സാധാരണ പബ്ലിക്കിൻ്റെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സർപ്ലസ് അല്ലെങ്കിൽ സേവിങ്സിനെ കുറച്ചും കൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂസിലേക്ക് വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് ആരുടെ പ്രധാനപ്പെട്ട കർത്തവ്യമെന്ന് പറയുന്നത്? മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട കർത്തവ്യമെന്ന് പറയുന്നത്. സോ മാനേജേഴ്സ് ടു ദ ഇഷ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്ലെയറാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജർ ടു ദി ഇഷ്യൂ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? മെർച്ചൻ്റ് ബാങ്കേഴ്സ് എന്ന് പറയുന്നത്. ഇഷ്യൂവിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നോക്കി നടത്തേണ്ടത് ആര് തന്നെയാണ്? മെർച്ചൻ്റ് ബാങ്കേഴ്സ് തന്നെയാണ്. ആൻഡ് ദർ ആർ സോ മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പേഴ്സൺസ് ഹു ആർ റെൻഡറിങ് സർവീസസ് ഇൻ റിലേഷൻ ടു മെർച്ചൻ്റ് ബാങ്കിങ്. ഒരുവിധം എല്ലാ സ്ഥാപനങ്ങളും, എല്ലാ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളും ബാങ്കുകളും ഒക്കെ മെർച്ചൻ്റ് ബാങ്കിങ്ങിൽ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്ന
കൂട്ടരാണ്. അപ്പോൾ അതുകൊണ്ട് കമ്പനിക്ക് സെലക്ട് ചെയ്യാം, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ ആർക്ക് സെലക്ട് ചെയ്യാം, കമ്പനിക്ക് സെലക്ട് ചെയ്യാം. ആൻഡ് വി ക്യാൻ സീ ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മർച്ചൻറ്റ് ബാങ്കർ. മർച്ചൻറ്റ് ബാങ്കറിൻ്റെ പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് മർച്ചൻറ്റ് ബാങ്കേഴ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് ഓഫ് ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ഓഫറിങ്സ്. ഡെറ്റ് ആൻഡ് ഇക്വിറ്റി, എത്ര ഡെറ്റ് ക്യാപിറ്റൽ നമ്മൾ ഓഫർ ചെയ്യണം, എത്ര ഇക്വിറ്റി ക്യാപിറ്റൽ നമ്മൾ ഓഫർ ചെയ്യണം, അല്ല ഇക്വിറ്റി ഷെയർസ് എത്ര എണ്ണം വേണം, പ്രിഫറൻസ് ഷെയർസ് എത്ര എണ്ണം വേണം, ഡെറ്റ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണം, അതിൻ്റെ ഒരു കോമ്പിനേഷൻ, ആ ഒരു പോർട്ട്ഫോളിയോ തീരുമാനിക്കേണ്ടത് ഒരു ഇഷ്യൂവർ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് എത്ര വേണം. ഇപ്പോൾ ഒരു 10,000 രൂപ നമുക്ക് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000 രൂപയോ ഒറ്റയടിക്ക് ഇക്വിറ്റി ഷെയറിൽ നിന്ന് തന്നെ റേസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് ചിലപ്പോൾ ഇക്വിറ്റി ഷെയർ കുറച്ചായിരിക്കാം, പ്രിഫറൻസ് ഷെയർ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ മുഴുവനായിട്ടും ഡെറ്റ് ക്യാപിറ്റൽ ആയിരിക്കാം. അപ്പം അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ, എഫക്റ്റീവായിട്ടുള്ള കോമ്പിനേഷൻ തീരുമാനിക്കേണ്ടതും അത് ഇഷ്യൂ ചെയ്യാനായിട്ട് സഹായിക്കേണ്ടത് ആരുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്, മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ പ്ലേസ്മെൻറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് സെക്യൂരിറ്റീസിനെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ആർക്കൊക്കെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ആർക്കൊക്കെ അത് അലോട്ട് ചെയ്ത് കൊടുക്കണം എന്ന് ഉള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ കമ്പനിയെ അറിയിക്കാനും അതിനനുസരിച്ചിട്ട് കമ്പനിക്ക് വ്യക്തമായിട്ടുള്ളൊരു പ്ലാൻ. So placement and distribution means that the shares should be distributed to, sometimes it may have to be distributed to institutional investors or sometimes for individual investors on a retail basis, and merchant bankers should decide what is its combination. ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ളതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യേണ്ടത് ആരാണ്, മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ, കോർപ്പറേറ്റ് അഡ്വൈസറി സർവീസസ്. കമ്പനികൾക്ക് വേണ്ടത്ര അഡ്വൈസ് പബ്ലിക് ഇഷ്യൂവിൽ അവർ നടത്തുന്ന ആ ഒരു ഫ്രഷ് ഇഷ്യൂവിൽ വേണ്ടത്ര ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് ഒരു ഫങ്ഷനാണ്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിങ് മീൻസ് റൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ, ഡെറ്റ് ഇക്വിറ്റി കോമ്പിനേഷൻ. നമ്മൾ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ആ റേഷ്യോ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു റേഷ്യോ ആണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. സോ ആ റേഷ്യോ തീരുമാനിക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്, മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ. അതിന് വേണ്ടത്ര അഡ്വൈസ് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ്, ദേ ഹാവ് ടു എക്സ്പ്ലോർ റീഫിനാൻസിങ് ആൾട്ടർനേറ്റീവ്സ് ഓഫ് ദ ക്ലയൻറ്റ്. മർച്ചൻറ്റ് ബാങ്കേഴ്സ് ഹെൽപ്പ് ടു ഇവാലുവേറ്റ് ചീപ്പർ സോഴ്സസ് ഓഫ് ഫണ്ട്സ് അവർക്ക് കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്. അതുപോലെ തന്നെ റിസ്കിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ്. ഒരു കമ്പനി ആവുമ്പോൾ എന്തൊക്കെ നമുക്കറിയാം, പ്രത്യേകിച്ച് ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയായിരിക്കും അവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്കുകൾ, അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ പ്രൊജക്റ്റ് അഡ്വൈസറി സർവീസസ്. നമ്മളിപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ഏത് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണോ ആ പ്രോജക്റ്റ് സ്മൂത്തായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, അതിൽ ഒരു അഡ്വൈസ് കൊടുക്കുക. അതുപോലെ തന്നെ ലോൺ സിൻഡിക്കേഷൻസ്, പ്രത്യേകിച്ചും നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ചിലപ്പോൾ ഫുൾ എമൗണ്ട് നമുക്ക് ഇപ്പോൾ ഒരു 10 കോടിയുടെ ഒരു പ്രോജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ 10 കോടിയും ചിലപ്പോൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടായിരിക്കണം എന്നില്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. ചിലപ്പോൾ ഒരു 5 കോടി മാത്രമേ നമ്മൾ അങ്ങനെ വാങ്ങുന്നുണ്ടാവുള്ളൂ, ബാക്കി ചിലപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോൺസ് ആയിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു ലോൺ സിൻഡിക്കേഷൻ, ആ ഒരു ഈ മർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെയും കൂടി അഡ്വൈസോട് അല്ലെങ്കിൽ അവരുടെ ഒരു സഹായത്തോട് കൂടിയിട്ടാണ് വേണ്ടത്ര ലോണുകൾ ആർക്ക് ശരിയാക്കി കിട്ടുന്നത്, കമ്പനീസിന് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ വെഞ്ചർ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ടത് മർച്ചൻറ്റ് ബാങ്കേഴ്സ് ആണ്. ആൻഡ് all these are the important. Also registration with SBI, സെബി ആയിട്ടുള്ള രജിസ്ട്രേഷൻ, ഈ വക കാര്യങ്ങളിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ഇതൊക്കെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഇനി മർച്ചൻറ്റ് ബാങ്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ മാനേജേഴ്സ് ടു ദ ഇഷ്യൂ എന്നുള്ള ഒരു റോള് കൈകാര്യം ചെയ്യുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് അവർ കാര്യങ്ങൾ, എന്തൊക്കെ ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് അവരുടെ ഭാഗത്തു നിന്ന്, ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഈ ഫങ്ഷൻസിനോട് റിലേറ്റഡ് ആയിട്ട്
അവർ ചെയ്യേണ്ട മൈന്യൂട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനെ 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അതിലൊന്ന് പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ വിഭാഗവും രണ്ടാമത്തത് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റും. ഇഷ്യൂവിന് മുമ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അല്ലേ, അതോടൊപ്പം തന്നെ ഇഷ്യൂവിന് ശേഷം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇഷ്യൂവിന് മുമ്പ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും അണ്ടർ റൈറ്റേഴ്സിനെ ശരിയാക്കി വയ്ക്കുക, അവരുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുക, ലിസ്റ്റിങ്ങിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കുക അല്ലേ. ഇഷ്യൂസ് നടത്തുന്ന സമയത്ത് പ്രത്യേകിച്ചും രജിസ്ട്രാർസ് ടു ദ ഇഷ്യൂ പോലുള്ള ചില പ്രത്യേക പൊസിഷൻസിനെ സജസ്റ്റ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക, ഈ വക കാര്യങ്ങളൊക്കെയാണ് ഈ പ്രീ ഇഷ്യൂ സ്റ്റേജിൽ എന്ത് ചെയ്യേണ്ടി വരിക. ഇനി പോസ്റ്റ് ഇഷ്യൂവിൽ നമ്മൾ ആപ്ലിക്കേഷൻ മണി ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂവിൻ്റെ സഹായത്തോടുകൂടി കളക്ട് ചെയ്യുകയും അത് നല്ല രീതിയിൽ ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ഇങ്ങനെയുള്ള സെബിക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് അയച്ചു ചെയ്ത് ഇങ്ങനെയുള്ള പോസ്റ്റ് ഇഷ്യൂ മാറ്റേഴ്സും പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. പ്രീ ഇഷ്യൂവിൽ വരുന്നത് മെയിനായിട്ട് സെബിയുടെ അപ്രൂവൽ വാങ്ങിക്കുക. ഇഷ്യൂവിന് വേണ്ടിയിട്ട് സെബിയുടെ അപ്രൂവൽ കിട്ടിയാലേ നമുക്ക് ഇഷ്യൂ നടത്താൻ സാധിക്കുള്ളൂ. അത് അപ്രൂവൽ വാങ്ങിക്കുക, അണ്ടർ റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുക, അതോടൊപ്പം തന്നെ പ്രോസ്പെക്ടസ് ഫൈനലൈസ് ചെയ്യുക. ഇഷ്യൂ നടത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രോസ്പെക്ടസ് ഉണ്ടാക്കിയിരിക്കണം. അത് അപ്ലിക്കേഷൻ ഫോം കൊടുക്കുന്നതോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് പ്രോസ്പെക്ടസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്ത് സെബിയുടെ പെർമിഷന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ്? മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ മാനേജേഴ്സ് ടു ദ ഇഷ്യൂവിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ആൻഡ് അതുപോലെ തന്നെ പ്രോസ്പെക്ടസ് മാത്രമല്ല, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ഡോക്യുമെൻറ്റ്സ്, പ്രത്യേകിച്ചും അപ്ലിക്കേഷൻ ഫോംസ്, ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റ്സ്, സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതും അതിൻ്റെ ഒരു കരട് രൂപം പ്രിപ്പയർ ചെയ്ത് സെബിയെ കൊണ്ട് സാങ്ഷൻ ചെയ്യിപ്പിക്കേണ്ടത് മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് രജിസ്ട്രാർ ടു ദി ഇഷ്യൂവിനെ സെലക്ട് ചെയ്യുക, അഡ്വർടൈസിങ് ഏജൻസീനെ, ബ്രോക്കേഴ്സിനെ, ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂവിനെ, ഇതൊക്കെ സെലക്ട് ചെയ്യേണ്ടത് ആരെന്നെയാണ്? മാനേജേഴ്സ് ടു ദ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ മെർച്ചൻ്റ് ബാങ്കേഴ്സാണ്. അതുപോലെ അണ്ടർ റൈറ്റിങ്ങിൻ്റെ ഫൈനലൈസേഷൻ, ആരാണ് അണ്ടർ റൈറ്റർ, അവരായിട്ടുള്ള അണ്ടർ റൈറ്റിംഗ് എഗ്രിമെൻറ്റ്, അവരുടെ റെമ്യൂണറേഷൻ, ഈ വക കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അറേഞ്ചിങ് പ്രസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു പ്രസ് കോൺഫറൻസ് സംഘടിപ്പിക്കുക, അവരുടെ റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ അവരുടെ പറയാനുള്ള കാര്യങ്ങൾ, സജഷൻസ് ഒക്കെ കേൾക്കുക. അതോടൊപ്പം തന്നെ കോർഡിനേറ്റിംഗ് പ്രിൻറ്റിംഗ്, പബ്ലിസിറ്റി ആൻഡ് അതർ വർക്ക്സ്, പ്രോസ്പെക്ടസ് ഒക്കെ ആണെങ്കിലും അപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ ആണെങ്കിലും അത് പ്രിൻ്റ് ചെയ്യണം, പബ്ലിഷ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പ്രോസ്പെക്ടസ് ഒക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് അതിൻ്റേതായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസാണ് മെർച്ചൻ്റ് ബാങ്കേഴ്സ് കൈകാര്യം ചെയ്യേണ്ടത്. ഇനി അതുപോലെ തന്നെ പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് അവിടെ വരുന്നുണ്ട്. അതിൽ തന്നെ കളക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യുക, റൈറ്റ് ടു ദ റിലേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിഗാർഡിംഗ് ക്ലോഷർ ഓഫ് സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് എന്നാണ് ക്ലോസ് ചെയ്യുക, എന്ന് വരെ അത് ഓപ്പൺ ആയിരിക്കും ഇത്. അതോടൊപ്പം തന്നെ കംപ്ലയൻസ് റിപ്പോർട്ട് ടു സെബിക്ക് വേണ്ട ഓരോ കാലഘട്ടങ്ങളിലും അവർക്ക് സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്മിഷൻ ഓഫ് റെക്കോർഡ്സ്, സർട്ടിഫിക്കറ്റ് ഓഫ് 90% സബ്സ്ക്രിപ്ഷൻ, ബാങ്ക് സർട്ടിഫിക്കറ്റ് ടു റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് റെക്കോർഡുകൾ, അതുപോലെ തന്നെ 90% അതായത് മിനിമം സബ്സ്ക്രിപ്ഷനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ, റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് മെർച്ചൻ്റ് ബാങ്കേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ അപ്രൂവൽ ബേസിസ് അലോട്ട്മെൻറ്റ് ഫ്രം സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അപ്രൂവൽ ബേസിൽ ഒബ്റ്റെയിൻ അപ്രൂവൽ ഓഫ് ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ്, നമ്മൾ ഏത് ബേസിസിലാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്, ആ ഒരു ബേസിസ് ആരുടെ നമ്മൾ അപ്രൂവൽ ചെയ്ത് കിട്ടണം. എവിടെയാണോ നമ്മൾ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്, അവരുടെ അപ്രൂവൽ കിട്ടിയാലേ ആ ബേസിസിന് സാങ്ഷൻ കിട്ടുള്ളൂ. ബേസിസ് എന്ന് വെച്ചാൽ ഏതാണ് മാനദണ്ഡം, അലോട്ട്മെൻറ്റ് നടത്തുന്ന മാനദണ്ഡം ഏതാണ്, ആ മാനദണ്ഡം നമ്മൾ വെറുതെ കൊണ്ട് നിശ്ചയിച്ചാൽ പോരാ, അത് അതിനുള്ള പെർമിഷൻ, അതിനുള്ള സാങ്ഷൻ സെബിയുടെ ഭാഗത്തുനിന്ന് റെസ്പെക്റ്റീവ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ അത് അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ സെൻഡ് കോപ്പി ഓഫ് ദി റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് വേർ ലിസ്റ്റിംഗ് പെർമിഷൻ ഈസ്
സോർട്ട്. എവിടെ നിന്നൊക്കെയാണോ ലിസ്റ്റിംഗ് പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണോ എവിടെയൊക്കെയാണോ ലിസ്റ്റിംഗ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത് അവിടെ നിന്നൊക്കെ പെർമിഷൻ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് പബ്ലിഷിംഗ് എ കോപ്പി ഓഫ് ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് ഇൻ 2 നാഷണൽ ഡെയിലീസ്. 2 പത്രങ്ങളിലെങ്കിലും നമ്മുടെ ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കണം. ആൻഡ് പബ്ലിഷ് അഡ്വർടൈസ്മെൻറ്റ് മെൻഷനിങ് വേരിയസ് ഡേറ്റ്സ് ഓൺ വിച്ച് റീഫണ്ട്സ്, അലോട്ട്മെൻറ്റ്സ് ആൻഡ് ലിസ്റ്റിംഗ് വേർ ഡിസ്പാച്ച്ഡ് ആൻഡ് സോട്ട് റെസ്പെക്റ്റീവ്ലി. നമ്മൾ എന്നാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നായിരിക്കും, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്തായിരിക്കും, റീഫണ്ട് നടക്കുന്നത് എന്നായിരിക്കും, അല്ലെ? റീഫണ്ട് എന്താണെന്ന് നമുക്കറിയാം. And next one is confirm the completion of listing formalities. Listing formalities complete ചെയ്യുക. And next one is obtain permission for dealing in securities. They should arrange for all the they should make all the arrangements for the dealing in securities, especially in stock exchange. So these are the important functions of merchant bankers. Pre-management functionsum post-management functions ആണ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തത് കണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് കാറ്റഗറി ഓഫ് പേഴ്സൺസ്, intermediaries are registrars to the issue. Registrars to the issue, and registrars to the issue they are appointed on recommendation of this managers to the issue. Managers to the issue ന്റെ റെക്കമെൻഡേഷനോട് കൂടിയിട്ട് കമ്പനി അപ്പോയിൻ്റ് ചെയ്യുന്ന, ഇഷ്യൂയിങ് കമ്പനി അപ്പോയിൻ്റ് ചെയ്യുന്ന പേഴ്സൺസ് ആണ് ആരെന്ന് പറയുന്നത്, രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്നത്. രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെക്യൂലിയർ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്ത് ചെയ്യാനുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മെയിനായിട്ട് 3 ഫങ്ഷൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതിനോടനുബന്ധിച്ച് ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് കളക്ടിങ് അപ്ലിക്കേഷൻസ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ഇൻ റെസ്പെക്റ്റ് ഓഫ് എൻ ഇഷ്യൂ. അപ്ലിക്കേഷൻസ് കളക്ട് ചെയ്യുക, അതോടൊപ്പം തന്നെ അപ്ലിക്കേഷൻസിൻ്റെ പ്രോപ്പർ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. മെയിൻലി ആരൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ്, എത്രയാണ് അവരിൽ നിന്ന് കിട്ടിയ എമൗണ്ട്, സെല്ലേഴ്സിന് എത്ര എമൗണ്ട് അക്വയർ ചെയ്യാനായിട്ട് സാധിച്ചു, ഇത്രയും കാര്യങ്ങൾ റെക്കോർഡിക്കലായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടത് രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂവിൻ്റെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ അവർ ചില ബോഡി കോർപ്പറേറ്റിൻ്റെ ചില പ്രത്യേക പ്രവർത്തനങ്ങളിൽ അവർ ഹെൽപ്ഫുള്ളായിരിക്കണം. അതിൽ പ്രധാനമായിട്ടും ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ് തീരുമാനിക്കുക എന്നുള്ളതാണ്. ഏതാണ് ബേസിസ് ഓഫ് അലോട്ട്മെൻറ്റ്, എങ്ങനെയാണ് അലോട്ട്മെൻറ്റ്, ഏത് മാനദണ്ഡത്തിന്മേലാണ് അലോട്ട്മെൻറ്റ് ചെയ്യേണ്ടത്, അത് തീരുമാനിക്കേണ്ടത് രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ ആണ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ കമ്പനി. ഫൈനൽ തീരുമാനം എടുക്കുന്നത് കമ്പനിയാണ്. ആൻഡ് അറ്റ് ദി സെയിം ടൈം അലോട്ട്മെൻറ്റ് നടത്തേണ്ടത് ആർക്കൊക്കെയാണ്, ഫൈനലൈസേഷൻ ലിസ്റ്റ്, അലോട്ട്മെൻറ്റിൻ്റെ ഫൈനലൈസേഷൻ ലിസ്റ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ്, റീഫണ്ട് ഓർഡേഴ്സ്, റീഫണ്ടിങ്, ഇതൊക്കെ നടത്തേണ്ടത് ആരുടെ ചുമതലയാണ്, രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂയുടെ ചുമതലയാണ്. സോ ഇത്രയും അലോട്ട്മെൻറ്റിനോടനുബന്ധിച്ചും അപ്ലിക്കേഷനോടനുബന്ധിച്ചും ഇത്രയും കാര്യങ്ങളാണ് രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാനുള്ളത്. സോ വ്യക്തിയോ സ്ഥാപനങ്ങളോ, വ്യക്തികളായിരിക്കാം സ്ഥാപനങ്ങളായിരിക്കാം, നമ്മൾ രജിസ്ട്രാറായിട്ട് നിയമിക്കാം. മാനേജേഴ്സ് ടു ദി ഇഷ്യൂവിൻ്റെ അഡ്വൈസ് പ്രകാരമാണ് സാധാരണ കമ്പനി എന്ത് ചെയ്യുന്നത്, രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂവിനെ തീരുമാനിക്കുന്നത്. അതേസമയം മാനേജേഴ്സ് ടു ദി ഇഷ്യൂവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അവരുടെ ഉപദേശപ്രകാരം ചില പ്രത്യേക നമ്മൾ ആ ഫങ്ഷൻസ് കണ്ടു ഏതൊക്കെയാണ്, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യുക, അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുക, ഇങ്ങനെയുള്ള ചില പ്രത്യേക ഫോർമാലിറ്റീസാണ് രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ എന്ത് ചെയ്യേണ്ടത്, നിർവഹിക്കേണ്ടത്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു 5 സ്റ്റേജുകളിലായിട്ടാണ് ഈ ഒരു ഫങ്ഷൻസ് അവരെന്ത് ചെയ്യേണ്ടി വരുന്നത്, ഫുൾഫിൽ ചെയ്യേണ്ടി വരുന്നത്. 5 സ്റ്റേജസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രീ ഇഷ്യൂ സ്റ്റേജ് അല്ലെങ്കിൽ പ്രീ ഇഷ്യൂ ഫങ്ഷൻസ് എന്നതിനെ പറയും, ഇഷ്യൂ ഫങ്ഷൻസ് എന്ന് പറയും, പോസ്റ്റ് ഇഷ്യൂ ഫങ്ഷൻസ് എന്ന് പറയും. അതുപോലെ തന്നെ പോസ്റ്റ് ഇഷ്യൂ ഫങ്ഷൻ തന്നെയാണ് പ്രീ അലോട്ട്മെൻറ്റ് ഫങ്ഷനായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ഫങ്ഷൻ ഉണ്ട്, പോസ്റ്റ് അലോട്ട്മെൻറ്റ് ഫങ്ഷൻ. ഇങ്ങനെ 5 വ്യത്യസ്ത സ്റ്റേജുകളിലൂടെ കടന്നുപോയിട്ടാണ് രജിസ്ട്രാർസ് ടു ദ ഇഷ്യൂവിൻ്റെ ഫങ്ഷൻസ് എന്ത് ചെയ്യപ്പെടുന്നത്, നിറവേറ്റപ്പെടുന്നത്. ഏതൊക്കെ പറഞ്ഞത്, ഫസ്റ്റ് സ്റ്റേജ് പ്രീ ഇഷ്യൂ, സെക്കൻഡ് സ്റ്റേജ് ഇഷ്യൂ, തേർഡ് സ്റ്റേജ്
പോസ്റ്റ് ഇഷ്യൂ ഓർ പ്രീ അലോട്ട്മെൻറ്റ് സ്റ്റേജ്. ഫോർത്ത് വൺ ഈസ് അലോട്ട്മെൻറ്റ് സ്റ്റേജ് ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് പോസ്റ്റ് അലോട്ട്മെൻറ്റ്. പ്രീ ഇഷ്യൂ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് അപ്ലിക്കേഷൻ ഫോം മർച്ചൻറ്റ് ബാങ്കേഴ്സിന് അല്ലെങ്കിൽ മാനേജേഴ്സ് ടു ദി ഇഷ്യൂവിനൊരു അപ്ലിക്കേഷൻ ഫോം സജസ്റ്റ് ചെയ്യുക. ഇന്ന രീതിയിലായിരിക്കണം അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കളക്ഷൻ സെൻറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് തീരുമാനിക്കുക. അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെ കളക്ഷൻ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അവിടുത്തെ ഓപ്പറേഷൻ എങ്ങനെയായിരിക്കണം അത് തീരുമാനിക്കുക. അതോടൊപ്പം തന്നെ കളക്ഷൻ ബ്രാഞ്ചസ് എങ്ങനെയാണ് അവർ മണി കളക്ട് ചെയ്യേണ്ടത്, ചെക്കായിട്ടാണോ ഡ്രാഫ്റ്റായിട്ടാണോ എന്നുള്ള കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ അവർ ഓരോ ദിവസവും അക്വയർ ചെയ്യുന്ന എമൗണ്ടുകൾ, കളക്ഷൻ സെൻറ്ററിൽ ലഭിക്കുന്ന എമൗണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് പ്രീ ഇഷ്യൂ ഫംഗ്ഷനായിട്ട് നമ്മൾ രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ ചെയ്തു വെക്കേണ്ടത്. കളക്ഷൻ സെൻറ്റേഴ്സ് തോന്നിയ പോലെ അവർക്ക് കളക്ട് ചെയ്യാനായിട്ടുള്ള അധികാരം കൊടുക്കാനായിട്ട് പാടില്ല. കളക്ട് ചെയ്യുന്നത് ഇത്രയും എമൗണ്ട് വെച്ച് ഇത്രയും അക്കൗണ്ടിലേക്ക് ഇതൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നാണ് എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. ഇനി ഇഷ്യൂ ഫങ്ഷൻസായിട്ട് ഇഷ്യൂവിനോടനുബന്ധിച്ച് നടക്കുന്ന ഫങ്ഷൻ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഫിഗേഴ്സ് നമ്മൾ കൃത്യമായിട്ടത് മെയിൻറ്റെയിൻ ചെയ്യണം. കൃത്യമായിട്ടത് കളക്ഷൻ സെൻറ്റേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം. ഇത്ര കളക്ട് ചെയ്തു എന്നുള്ള വിവരം രജിസ്ട്രാർ ശേഖരിക്കണം. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ഓരോ കാറ്റഗറി തിരിച്ചിട്ട് നമ്മൾ എത്ര സെക്യൂരിറ്റീസാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഓരോ സെക്യൂരിറ്റീസിനും അതിൻ്റെ ബേസിസിൽ എത്രയാണ് കളക്ഷൻ സെൻറ്റേഴ്സിൽ കളക്ട് ചെയ്തതെന്ന് ക്ലാസിഫൈ ചെയ്ത് ടാബുലേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ആ ഒരു എമൗണ്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ നമുക്കറിയാം, മിക്കവാറും കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം മിനിമം സബ്സ്ക്രിപ്ഷനൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ സബ്സ്ക്രിപ്ഷൻ എത്രത്തോളം എത്തി എന്ന് കൃത്യമായിട്ട് കമ്പനിയെ അറിയിക്കേണ്ടത് രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂവിൻ്റെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ റിലേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, പ്രത്യേകിച്ചും സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റിൻ്റെ ക്ലോഷർ, ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ പോകേണ്ടത് അത്യാവശ്യമാണ്. ഇതൊക്കെയാണ് ഇഷ്യൂ ഫങ്ഷൻസായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇനി പോസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ പ്രീ അലോട്ട്മെൻറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അപ്ലിക്കേഷൻസ് ഫോംസ് കളക്ട് ചെയ്യുക, കളക്ഷൻ സെൻറ്ററുകളിൽ നിന്നും അപ്ലിക്കേഷൻ ഫോംസ് കളക്ട് ചെയ്യുകയും അതിനെ വിവിധ ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് വയ്ക്കുകയും അതിൽ വാലിഡ് അപ്ലിക്കേഷൻസ് നമ്മൾ തരംതിരിച്ച് മാറ്റി വയ്ക്കുകയും അതോടൊപ്പം തന്നെ അലോട്ട്മെൻറ്റ് ആർക്കൊക്കെ നടത്തണം എന്നുള്ളത് തീരുമാനിക്കുകയും അലോട്ട്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ലെറ്റേഴ്സ് വേണ്ട അലോട്ട്മെൻറ്റ് നടത്തിയ അലോട്ടീസിന് അത് അയച്ചു കൊടുക്കുകയും റിജക്റ്റ് ചെയ്തവർക്ക് റീഫണ്ട് ലെറ്റേഴ്സ് അയക്കുകയും. അപ്പോൾ ഇങ്ങനെ വരുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പ്രീ അലോട്ട്മെൻറ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യേണ്ടതാണ്. ഇനി അലോട്ട്മെൻറ്റിനോടനുബന്ധിച്ച് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് അലോട്ടീസിന് പ്രാക്ടിക്കലി നമ്മൾ അലോട്ട്മെൻറ്റ് നിർവഹിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ആരെന്നെയാണ് നോക്കി നടത്തേണ്ടത്, രജിസ്ട്രാർസ് തന്നെയാണ് നോക്കി നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ പോസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റർ ഓഫ് അലോട്ട്മെൻറ്റ് അത് അയച്ചു കൊടുക്കുക, അത് അലോട്ടീസിന് അത് എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, കൃത്യമായിട്ട് അതൊരു കൈപ്പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക, റീഫണ്ട് ലെറ്റേഴ്സ് അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ് ആ ഒരു 70 ഡേയ്സിനുള്ളിൽ അത് ക്ലോസിങ് ഡേറ്റിന് കഴിഞ്ഞ് 70 ഡേയ്സിനുള്ളിൽ അത് കൃത്യമായിട്ടത് എത്തിച്ചേരുന്നുണ്ടോ എന്നുള്ളത് ആ ഒരു മാൻഡേറ്ററി പ്രൊവിഷനും കൂടി അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഒരു എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കമ്പനിക്ക് ഫൈനൽ അപ്രൂവലിന് വേണ്ടി ഇഷ്യൂവിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും കമ്പനിയുടെ അപ്രൂവലിന് വേണ്ടി കൊടുക്കുകയും ബ്രോക്കറേജ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ് ഇതൊക്കെ വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കേണ്ട ഡീറ്റെയിൽസ് കൊടുക്കുകയും സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുകയും ഷെയർ സർട്ടിഫിക്കറ്റ് ആയാലും ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ് ആയാലും ഇഷ്യൂ ചെയ്യുക. ഇതൊക്കെ പോസ്റ്റ് അലോട്ട്മെൻറ്റ് ഫങ്ഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കണക്കാക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 5 സ്റ്റേജുകളിലായിട്ടാണ് രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂവിൻ്റെ
ഫങ്ഷൻസ് എന്ത് ചെയ്യുന്നത് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ മാനേജേഴ്സ് ടു ദി ഇഷ്യൂ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറിയാണ് എന്തെന്ന് പറയുന്നത് രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് അണ്ടർ റൈറ്റേഴ്സ് ടു ദി ഇഷ്യൂ. അണ്ടർ റൈറ്റേഴ്സ് എന്താണ്? അണ്ടർ റൈറ്റിംഗ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പേഴ്സൺസ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹു അണ്ടർ റൈറ്റ്സ് ദ securities or underwrites the issue of securities. And underwriting, the meaning of that agreement is that if the public is not ready to subscribe the shares issued by a company, then the underwriters will purchase the shares, and its main aim is to ensure the minimum subscription. ആൻഡ് വിവിധ തരത്തിലുള്ള അണ്ടർ റൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ചിലപ്പോൾ പബ്ലിക് വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിക്കാമെന്നായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്റൈറ്റ് ആയിട്ടുള്ള പർച്ചേസ് ആയിരിക്കാം. സിൻഡിക്കേറ്റ് ടൈപ്പ് ഓഫ് അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചു. സോ അങ്ങനെ വിവിധ തരത്തിലുള്ള അണ്ടർ റൈറ്റേഴ്സ് ഉണ്ട്. സോ അണ്ടർ റൈറ്റേഴ്സും ഇതിൻ്റെ ഒരു പ്രൈമറി മാർക്കറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്, ഇൻ്റർമീഡിയറിയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ. ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പലപ്പോഴും ഈ ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യേണ്ടതും അതിനോടനുബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതും ഒക്കെ ബാങ്കേഴ്സാണ് അല്ലേ. ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ ആണ്. ബാങ്കുകളിലാണ് നമ്മൾ സാധാരണ അത് ചെയ്യേണ്ടത്. സോ അങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട മണി കളക്ഷനോടനുബന്ധിച്ചും അതിൻ്റെ റീഫണ്ടിനോടനുബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ഓർഗനൈസേഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ. Their main function is acceptance of application and application money, acceptance of allotment or call money, refund of application money, and at the same time payment of dividend or interest warrants. These are the important activities performed by bankers to the issue. സാധാരണ രീതിയിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളാണ് ഈ ഒരു ഫങ്ഷൻ എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. ആൻഡ് സാധാരണ രീതിയിൽ സെബിയെ സംബന്ധിച്ചിടത്തോളം സെബിക്ക് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂവിൻ്റെ അടുത്തുനിന്ന് കിട്ടേണ്ട കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ആ ഡീറ്റെയിൽസിൽ പ്രധാനമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നാമത് നമ്പർ ഓഫ് ഇഷ്യൂസ് ഫോർ വിച്ച് ഹി വാസ് എൻഗേജ്ഡ് ആസ് എത്ര ഇഷ്യൂസിന് ബാങ്കർ ടു ദി ഇഷ്യൂ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ്, ഡീറ്റെയിൽസ് ഓഫ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്, എത്ര നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ടുണ്ട്, അപ്ലിക്കേഷൻ മണി ടോട്ടൽ എത്രയാണ്, അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫോംസ് ഇൻവെസ്റ്റേഴ്സിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഡേറ്റ് എന്നാണ്, റീഫണ്ട് എത്രത്തോളം നടത്തിയിട്ടുണ്ട്, ഈ വക ഡീറ്റെയിൽസ് ഒക്കെ സെബിക്ക് ആര് കൊടുക്കേണ്ടതുണ്ട്, ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ കൈമാറ്റം ചെയ്യേണ്ടതുണ്ട്. അപ്പം ഇങ്ങനെ അതിൻ്റെ പ്യുവറായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, ആ ഒരു മണി ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഏജൻസിയാണ് ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്നത്. ഇനി അവസാനത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ ആണ്. ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെബിയിൽ നിന്നും ലൈസൻസ് വാങ്ങി പ്രവർത്തിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ പ്രവർത്തിക്കുന്ന ബ്രോക്കേഴ്സിനെയാണ് ഇവിടെ ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. Brokers to the issue, they are also eligible to work in the primary market. Primary marketലും അവർക്ക് എന്ത് ചെയ്യാവുന്നതാണ്, വർക്ക് ചെയ്യാവുന്നതാണ്. ആസ് ബ്രോക്കേഴ്സ് they have the responsibility to connect the investors and the issuers. ഇൻവെസ്റ്റേഴ്സിനെയും ഇഷ്യൂവേഴ്സിനെയും കണക്ട് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ആൻഡ് ആസ് ബ്രോക്കേഴ്സ് they are also eligible for brokerage. ബ്രോക്കറേജിന് എലിജിബിൾ ആണ്. 1 to 1.5% വരെ, അതായത് ടോട്ടൽ സെക്യൂരിറ്റി പ്രൈസിന്റെ 1% മുതൽ 1.5% വരെ ബ്രോക്കറേജ് കിട്ടാൻ യോഗ്യതയുള്ളവരാണ് ആര്, ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് അണ്ടർറൈറ്റ്സ് ആൻഡ് മാർക്കറ്റ്സ് ദ ന്യൂ ഇഷ്യൂ ബൈ ഗിവിംഗ് പബ്ലിസിറ്റി കൊടുക്കുക, പ്രീ പബ്ലിസിറ്റി കൊടുക്കുക. അതുപോലെ തന്നെ സെബിയിൽ നിന്നും ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ബ്രോക്കേഴ്സിന് they can act as merchant bankers ആയിട്ട് ആക്ട് ചെയ്യാം, ലീഡ് മാനേജേഴ്സ് ആക്ട് ചെയ്യാം, കൺസൾട്ടൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. ആൻഡ് ബ്രോക്കേഴ്സ് can act in different capacities such as പ്രിൻസിപ്പൽ, ഏജന്റ് ആൻഡ് ആസ് എ സ്പെക്യുലേറ്റർ. അങ്ങനെ പല രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെബിയിൽ നിന്നും ഇപ്പോൾ മെർച്ചന്റ് ബാങ്കറായിട്ട് ആക്ട് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ആണ്
ബ്രോക്കേഴ്സ് വാങ്ങിക്കുന്നെങ്കിൽ ദേ ക്യാൻ ഓൾസോ ആക്ട് ആസ് എ മെർച്ചന്റ് ബാങ്കേഴ്സ്. സോ മെർച്ചന്റ് ബാങ്കേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടിയും അവിടെ ബ്രോക്കേഴ്സ് എന്ത് ചെയ്യും, പെർഫോം ചെയ്യും, സെബിയിൽ നിന്ന് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം. സോ ഇത്രയും 5 കാറ്റഗറീസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തത്, കണ്ടത് അല്ലേ. 5 കാറ്റഗറീസിൽ നമ്മളെ ആരൊക്കെ കണ്ടേ? ഫസ്റ്റ് വൺ മാനേജേഴ്സ് ടു ദി ഇഷ്യൂ നമ്മൾ കണ്ടു. സെക്കൻഡ് വൺ നമ്മൾ കണ്ടത് രജിസ്ട്രാർസ് ടു ദി ഇഷ്യൂ. തേർഡ് വൺ അണ്ടർറൈറ്റേഴ്സ്. ഫോർത്ത് വൺ ബാങ്കേഴ്സ് ടു ദി ഇഷ്യൂ. ആൻഡ് ലാസ്റ്റ് വൺ ബ്രോക്കേഴ്സ് ടു ദി ഇഷ്യൂ. നന്നായിട്ട് വായിച്ചു നോക്കുക പോയിന്റ്സ്, ഓരോരുത്തരുടെയും ഫങ്ഷൻസ് വായിച്ചു നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ്. സോ we can make an end to this class with this topic. We can see in the next class with another topic. Okay, thank you.